അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ലെറ്റ്സ് പ്ലേയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഇവിടെ വരുന്നത്. അങ്ങനെ ഞാൻ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കൊട്ടാക്സ് എന്ന് പറഞ്ഞ പുള്ളി, പിന്നെ GMC, അതുപോലെ ഇലക്ട്രോൺ, പിന്നെ റൈക്സർ ഈ 4 പേരാണ് ഞാൻ കണ്ടത്. സോ അവരുടെ പേര് ഞാൻ ഇവിടെ സൈൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പേരും ഈ സൈൻ ബോർഡിൽ വരും. നിറച്ചും നിങ്ങളുടെ പേരുകളാണ്. ഇത് തികയുമെന്ന് അറിയത്തില്ല. ഇത് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെയും കോബിൾ സ്റ്റോൺ അല്ലേ സെറ്റ് ചെയ്യാന്നുള്ളൂ. സോ നിങ്ങളുടെ പേരിനകത്ത് വേണമെങ്കിൽ നിങ്ങൾ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്താലും മതി. റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എനിക്കൊരു ഓക്ക് ഫാം ഉണ്ടാക്കണം. വലിയ എഫിഷ്യൻസി ഒന്നുമല്ല ഇത്, മറ്റേ ഓട്ടോമാറ്റിക് ഒന്നുമല്ല, നമ്മൾ തന്നെ പൊട്ടിക്കണം. പക്ഷേ മറ്റേ സുധിയണ്ണൻ ഡിസ്പ്ലേയിൽ ഉണ്ടാക്കിയ സാധനം ഏകദേശം അതുപോലെ തന്നെ. അങ്ങനെ ഞാൻ അതാണ് ഉണ്ടാക്കാൻ പോണത്. സോ അതിനായിട്ട് വലിയ പാടുന്നില്ല. പിന്നെ അതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ബേസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ മറ്റേ സ്റ്റോൺ ബ്രിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്താ സെറ്റ് ചെയ്തിട്ട് ഇത് അധികം നാളെ നിൽക്കത്തില്ല. ഉടനെ തന്നെ നമ്മൾ ബേസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞായിരുന്നു. സോ ബേസ് ഉണ്ടാക്കാത്തതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വുഡ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇനി വുഡിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഓക്ക് ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പിന്നെ പതുക്കെ കോബിൾ സ്റ്റോൺ അതൊക്കെ സെറ്റ് ചെയ്യും. അത് നമുക്ക് കേവിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ലാവയൊക്കെ. സോ അതൊക്കെ പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തതായിരിക്കും. സോ ഉടനെ തന്നെ പിന്നെ കാര്യം പറയുന്നുണ്ട്, ഞാൻ മൈനിങ്ങിൽ നിന്ന് പോയായിരുന്നു. എനിക്ക് ഒരു സ്റ്റാക്ക് അയൺ ഒപ്പിച്ചു സ്മെൽറ്റ് ചെയ്ത്. പിന്നെ ഒരുപാട് കോളും കിട്ടിയായിരുന്നു. അത് പറഞ്ഞപ്പോൾ എൻ്റെ മൈനിങ്ങിന് മൈനിങ്ങിന് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു. ഇതേക്ക് ഞാനിവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഞാൻ കുറേ കോളൊക്കെ മൈൻ ചെയ്തത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോണും കോളൊക്കെ മൈൻ ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റോണും കയ്യിലൊക്കെ മൈൻ ചെയ്താൽ മതി. സോ ഞാൻ പിന്നെ ഒത്തിരി മൈൻ ചെയ്യില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മൈൻ ചെയ്തു. ഏകദേശം ഈ ഒരു ഡേറ്റിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടി ഒന്ന് മൈൻ ചെയ്തു. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഭാവിയിൽ നമ്മൾ ഈ ഒരു കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെപ്പൊക്കെ മാറ്റിയിട്ട് നല്ലത് വയ്ക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്തിനും അതിനോട് ബ്ലോക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോബിൾ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. കോബിൾ സ്റ്റോമിനെ ഞാൻ മൈനിങ്ങിന് പോയി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെച്ചത്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് കുറേ അയനുള്ള സ്ഥിതിക്ക് നമുക്കിനി ടൂൾസ് അങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ പിക്കാക്സ് ഇപ്പോൾ എന്തായാലും പൊട്ടാറായി. സോ നമുക്കൊരു പിക്കാക്സും കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ആക്സും കാര്യങ്ങളും പൊട്ടാറായി. ആക്സൊക്കെയാണ് ഈ മെയിനായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഓക്ക് ഫാം ഉണ്ടാക്കാൻ പോവുക. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഷവലും കാര്യങ്ങളും ഇപ്പോൾ പൊട്ടുമെന്നും പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കൊരു ഷവലും കൂടി ഉണ്ടാക്കാം. ഓക്കെ, നമ്മളതും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഡ് പിന്നെ പൊട്ടാറായിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ വെറുതെ അയൺ വേസ്റ്റ് ചെയ്യണ്ട. മിച്ചം വന്ന ഐറ്റംസൊക്കെ കൂടി നമുക്ക് ഇവിടെ കൊണ്ടുപോയി തള്ളാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ്, നമ്മൾ എവിടെ ഓക്ക് ഫാം സെറ്റ് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഓക്ക് ഫാം ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക് അയച്ചു തരാം. അതിന് ഡിസ്ക്രിപ്ഷനിൽ പറ്റുവാണെങ്കിൽ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം. പിന്നെ ഈ വില്ലേജർ ഫാം വർക്കാവുന്നുണ്ട്, ശരിക്കും വർക്കാവുന്നുണ്ട്. പക്ഷേ ഇത് വർക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ഓഫാക്കിയിട്ടേക്കുവാണ്. എന്തിനാ ഓഫാക്കിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഉണ്ടാക്കിയത് അയൺ ഫാം ഉണ്ടാക്കാനാണെങ്കിലും ഞാനിപ്പോൾ അയൺ ഫാം ഉണ്ടാക്കുന്നില്ല. പകരം ഞാൻ ബേസ് ഉണ്ടാക്കാനുള്ള ഫാമുകളൊക്കെയാണ് ബേസ് ഉണ്ടാക്കുന്നത്. സോ ഉടനെ തന്നെ അയൺ ഫാം ഞാൻ ഉണ്ടാക്കും. പെട്ടെന്ന് അയൺ ആവശ്യം വന്നപ്പോൾ ഞാൻ കേവിന് പോയില്ല അതുപോലെ. സോ ഞാനൊരു അയൺ ഫാം ഉണ്ടാക്കും. ഒരുപാട് അയണിൻ്റെ ആവശ്യം വരുള്ളപ്പോൾ. സോ അതുവരെ വില്ലേജർ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. സോ അത് വിടുക. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദൂരെ പോയിട്ട് പ്രൂസ് വുഡ് കളക്ട് ചെയ്യണം. കാരണം പ്രൂസ് വുഡല്ല കളക്ട് ചെയ്യേണ്ടത്, പ്രൂസിൻ്റെ ആ ഒരു സാപ്ലിംഗ് ഇല്ലേ, അതാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഏരിയ ചുറ്റിക്കറങ്ങി കിട്ടും, എനിക്ക് ഒരു പ്രൂസ് ബയോമോ അല്ലെങ്കിൽ സ്നോ ബയോമോ ഒന്നും കഴിയില്ല, അപ്പം നീ എങ്ങനെ ഒപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് കാണുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഏതൊരു എപ്പിസോഡിൽ നമ്മളെ വടി തെറ്റി മൈനിങ്ങിന് പോയിട്ട് വന്നപ്പോൾ നമ്മൾ 2ാമത്തെ ഒരു വില്ലേജ് കണ്ടായിരുന്നു. ഏകദേശം സ്ഥലം പറയുകയാണെങ്കിൽ അവിടെ ആയിട്ട്. സോ ആ ഒരു വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൂസ് ബയോമോ നമ്മൾ കണ്ടതാണ്. സോ അത് ഒരുപാട് ദൂരമാണ്. ഞാൻ അവിടം വരെ പോയി ഇങ്ങോട്ട് വന്ന് നിങ്ങളെ റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ ബോറടിപ്പിക്കുന്നില്ല. സോ ഞാൻ അവിടം വരെ പോയി വുഡല്ല സാപ്ലിങ്സ് കാര്യം കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ആ സാപ്ലിങ്സും കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ഓക്ക് ഫാമും ഉണ്ടാക്കണം. സോ സാപ്ലിങ്സ് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ നമ്മളെ ആ ഫാം എവിടെ പണിയുന്നത് നോക്കട്ടെ.
സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഫ്ലാറ്റ് ഏരിയ ഉണ്ടാകുന്നത്. സോ അതൊരു 20x17 ബ്ലോക്കിൻ്റെ ഒരു സ്ക്വയറിലാണ് അത് വരുന്നത്. സോ അതിന് ഇത് ധാരാളമല്ല, ഇത് കുറച്ചും കൂടി റിമൂവ് ചെയ്യാണ്ട് അവിടെയൊക്കെ ആയിട്ട്. സോ നമുക്കൊന്ന് റിമൂവ് ആക്കാം. ഇതൊക്കെ ഒന്ന് സ്ഥലം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ സാപ്ലിങ്സ് എടുക്കാൻ പോവാം. ഞാൻ അങ്ങനെ ഒരു സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു 20x17 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ എന്തായാലും ഒരു സ്ക്വയർ ഫീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ തന്നെ നമുക്കൊരു ഓക്ലോക്ക് ഫാം സെറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഗൈസ്, ഞാനിങ്ങനെ ഫാമുകളും ബിൽഡ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ബേസ് അവിടെ ആയിട്ടാണ്. സോ അതിൻ്റെ അപ്പുറത്ത് ഒരു ഫാമുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഷെൽട്ടർ ഉണ്ട്, ഇവിടെ വേറൊരു വില്ലേജർ ബ്രീഡറുണ്ട്, ആൻഡ് ഇങ്ങോട്ടൊരാണ് ഈ ഓക്ലോക്ക് ഫാം. സോ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു നീണ്ട വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമും കാര്യങ്ങളും. സോ വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ പ്ലെയിൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. സോ ഇനി അധികം ബോറടിപ്പിക്കുകയാണ്, ഞാൻ പോയിട്ട് ആ കുറച്ച് സാപ്ലിങ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ കോർഡിനേറ്റ്സും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം, അത് ആവശ്യം വരും. പിന്നീട് നമുക്ക് വല്ല സാപ്ലിങ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കാൻ. സോ ഞാനെന്നാ സാപ്ലിങ്സ് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനങ്ങനെ എന്നാ പ്രൂസ് ലോഗും അതുപോലെ 16 പ്രൂസ് സാപ്ലിങ്സും കിട്ടി. ഞാനങ്ങനെ ബേസിലോട്ട് വന്ന വഴിക്ക് ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ കണ്ടു. സോ ഷുഗർ കെയിനും കാര്യങ്ങളും ഒന്ന് എടുത്തേക്കാം ഗൈസ്, ആവശ്യം വന്നാലും. ആൻഡ് ബേസ് അവിടെയൊക്കെ ആയിട്ടായിരിക്കും ഗൈസ് വരുന്നത്. അതേന്ന് തോന്നുന്നു ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ് അല്ലേ? അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ്. അങ്ങനെ ഫൈനൽ നമ്മുടെ ബേസും കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരെ ഗൈസ് വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ അങ്ങോട്ട് പോയാലും, അല്ലെങ്കിൽ ആ വില്ലേജിൽ അങ്ങോട്ട് പോയാലും എനിക്ക് എപ്പോൾ വഴി തെറ്റി ഗൈസ്, എപ്പോഴും വഴി തെറ്റും. അതെന്താണെന്ന് അറിയത്തില്ല എനിക്ക്. കാരണം മിക്കവാറും നമ്മൾ അടയാളം തന്നെ വെച്ച് പോകേണ്ടി വരും കേസ്, കാരണം അതെൻ്റെ സമയത്തിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കേസാണ്. സോ ഞാനങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ് സാപ്ലിങ്സ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഈ ഐറ്റംസും കൂടി കളക്ട് ചെയ്താൽ മതി. അതിന് വലിയ ഐറ്റംസൊന്നും വേണ്ട കേസ്. ആകെപ്പാടെ നമുക്ക് വേണ്ടത് കുറച്ച് ഹോപ്പറാണ്. സോ എന്തായാലും ഹോപ്പർ വേണമെന്ന് എനിക്കറിയാം കേസ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ മുൻകൂട്ടി കണ്ട് ഞാൻ അയൺ മൈനിങ്ങിന് പോയത്. സോ ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് മൈൻ ചെയ്യാനൊന്നും ഇല്ല. സോ എന്നാൽ പിന്നെ നിങ്ങളെ ഞാൻ ബോർഡിപ്പിക്കുന്നില്ല, ഞാൻ എനിക്ക് ഒരു ഓക്ലോക്ക് ഫാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു ചെറിയൊരു വുഡ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ കുറച്ച് ബോൺ വീലും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇത് വളരെ ചെറിയൊരു ഫാമാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ബട്ട് ഇറ്റ്സ് ടു ഗുഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വണ്ട കയറണം, എന്നിട്ട് ഇത് നമ്മൾ പൊളിക്കണം. നമ്മുടെ സുതിയൊക്കെ ഏകദേശം പണിഞ്ഞ പോലെ തന്നെ ഇടണം. ഇവിടെ നോർമലായിട്ടുള്ള വുഡ് സാപ്ലിങ്സ് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ വെട്ടി, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് അങ്ങോട്ട് ഇടുവാണ്, എനിക്ക് കുറച്ച് സാപ്ലിങ്സ് ഇടുവാണ്. ആൻഡ് ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വെട്ടിക്കഴിയുമ്പോൾ കുറച്ച് കിട്ടില്ല, കുറച്ച് താഴെ പോവും, പിന്നെ കുറച്ച് സാപ്ലിങ്സും എന്തായാലും താഴെ പോവും. സോ അതെല്ലാം കൊണ്ട് നമ്മുടെ ചെസ്റ്റിലാവും, അതൊക്കെ കാണിച്ചു തരാം. സോ ഞാനിന്ന് ഇവിടുത്തെ എല്ലാ വുഡും കൂടി ഒന്ന് മൈൻ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം. ഇതുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക ഒരു കാര്യം പറയാം, നമ്മൾ എന്തായാലും ഈ വുഡ് പണിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിലായിട്ട് കയറി വന്നാൽ അത് നിങ്ങൾക്ക് കയറാനും അതുപോലെ ഇനി തിരിച്ചിറങ്ങാനും പറ്റത്തുള്ളൂ. സോ അങ്ങനെ വട്ടത്തിലിട്ടത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യണത് ഗൈസ്. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാനതവിടെ ഫുള്ള് വെട്ടിയിട്ട് എൻ്റെ ആക്സ് വെട്ടിയിട്ട്, രണ്ടാമത്തെ ആക്സാണിത്. സോ ഞാനത് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി നോക്കാം എല്ലാം വീണോന്ന്. ജസ്റ്റ് ഹോപ്പർ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട്. കണ്ടില്ലേ ഗൈസ്, ഇത് വർക്കിംഗ് ആണ്. നമ്മുടെ ഇത് മിസ്സായി പോയ താഴെ വീണ 18 പ്രൂസിൻ്റെ ലോഗും പിന്നെ ആ ഒരു മരത്തിൽ നിന്ന് വീണ 14 സാപ്ലിങ്ങും. സോ ഇതിലെന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കും കിട്ടും, പിന്നെ പ്രൂസ് ലോഗും കിട്ടും. അത് മെയിനായിട്ട് കിട്ടുന്ന സാധനമാണ് ഇത്, പ്രൂസ് സാപ്ലിങ്. കാരണം നമുക്കറിയാലോ, നമ്മൾ ഇത് എടുത്തിട്ട് ഭയങ്കര ദൂരെ പോയിട്ടാണ്. സോ ഞാൻ ഒത്തിരി എടുക്കാത്ത കാരണം ഇതാണ്. നിങ്ങൾ വിചാരിച്ചു ഒത്തിരി സാപ്ലിങ്സ് എടുക്കാത്തതിനാണ്. കാരണം ഞാനിത് ഇവിടെ നിന്ന് നടാനല്ല, ഫാർം ചെയ്യാനാണ്. സോ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എനിക്ക് ഇവിടെ കിട്ടും. സോ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ടയിൽ കയറിയിട്ട് നട്ട് വയ്ക്കാൻ പോവാണ്. സോ ഞാൻ വെറുതെ ബോൺ വീൽ കളയുന്നില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുക്കും. ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്, കാരണം ഇതുകൊണ്ടാണ് എനിക്ക് അടുത്ത എപ്പിസോഡിലൊരു ബേസ് ഉണ്ടാക്കേണ്ടത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബേസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറയും. സോ മിക്കവാറും നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യും. കാരണം ഇതിപ്പോൾ നമുക്ക് വുഡിനുള്ളതായിട്ടുണ്ട്, പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ ലൈക്ക്
സ്റ്റോണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല. സോ അതും കൂടി ഇന്ന് കളക്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ കിടക്കാച്ചി ബേസ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ആ ഒരു ഫാർം ഉണ്ടാക്കുമ്പോൾ ലാഗ് അടിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റൺ ടൈം ഡിസ്റ്റൻസ് കുറച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ കൂട്ടിയിട്ട് കാര്യമില്ല, കാരണം വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. സോ ആൻഡ് യെസ്, ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. സോ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം. സോ വേണ്ടവർ ഇതാക്കുക. എല്ലാ വേർഷനും സപ്പോർട്ട് ആവുന്നതാണ് ഗൈസ് ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ജാവ ആണെങ്കിലും ബെഡ്റോക്ക് ആണെങ്കിലും വർക്കാവും. സോ എന്നാൽ ശരി, ഞാനെന്നാൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ. എന്നാൽ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് പോവാം. ടാറ്റാ, ബൈ ബൈ.